ഇന്ന് രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ഒരു വെള്ളി മാലയുമായിട്ട് ഓടി വന്നിട്ട് പറയണം, അച്ഛാ ഒന്ന് വെഞ്ചരിച്ച് തരാമോ, ഇതെന്റെ മകന് കൊടുക്കാനാണ്, അവന്റെ ജന്മദിനമാണെന്ന് പ്രത്യേകം വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു അവനോട് പോയി. അപ്പോൾ ചേച്ചി പറയാണ്, അച്ഛാ അവൻ ഇന്ന് വേളാങ്കണ്ണിക്ക് പോയിക്കണം, എനിക്ക് ദിവസം പോയതാണ്, ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ജന്മദിനമായിട്ട് മകൻ കൂടെ ഇന്ന് ഇവിടെ ഇല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചു അതിനിപ്പോൾ എന്താ, അവന് മാതാവിന്റെ കൂടെയല്ലേ, അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം, ഇന്ന് ജന്മദിനത്തിന് മാതാവിന്റെ കൂടെ ആയിരിക്കാൻ സാധിച്ചല്ലോ. നോക്കൂ എത്ര വ്യത്യസ്തമായിട്ടാണ് ഈ ചേച്ചി ഇതിനെ നോക്കിക്കണ്ടത്. വിശ്വാസമുള്ളൊരു വ്യക്തിയും വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയും നോക്കിക്കാണുന്നത് രണ്ട് തരത്തിലാണ്. എല്ലാ കാര്യങ്ങളെയും നമുക്ക് വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കാണാൻ സാധിക്കട്ടെ. ഇന്നത്തെ രണ്ട് വായനകളും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സുവിശേഷത്തിൽ അന്ധനായ ഒരു മനുഷ്യനെ യേശു സുഖപ്പെടുത്തിയതിനു ശേഷമുള്ള രംഗമാണ്. ഇവിടെ ഈ അന്ധൻ പടിപടിയായിട്ട് യേശുവിനെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിലേക്ക് വളരുന്ന ഒരു രംഗമാണ്. മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുമുട്ടുക. ഡാനിയേലച്ചന്റെ അധികാരികൾ ഡാനിയേലച്ചനെ കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു ബ്രദർ. അങ്ങനെ ആയിരുന്നു എന്ന് അച്ഛൻ പറയുകയാണ്. പക്ഷെ ഇന്ന് നോക്കിയേ, ലക്ഷക്കണക്കിന് ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കാനായിട്ട് അച്ഛന് സാധിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, ഞാൻ ഈ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഞാൻ ഇതിനെ ആഗ്രഹിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷേ ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും എന്നെങ്കിലും ദൈവം നമുക്കത് തരും എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മീയമായ വളർച്ച, വിശ്വാസത്തിൽ എല്ലാ ദിവസവും വളരാൻ വേണ്ടിയിട്ട് സ്ലീഹന്മാർ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ.